ഈ കവിതയുടെ പിന്നിലൊരു ത്യാഗവും ഉണ്ട്. ത്യാഗമുണ്ട് എന്ന് വെച്ചാൽ എനിക്ക് ഒത്തിരി ബുദ്ധിമുട്ടൊന്നും വന്നില്ല കേട്ടോ. ഒരു കവിത എനിക്ക് എഴുതണം, നാളത്തേക്ക് എഴുതണം എന്ന് പറഞ്ഞാൽ കവിത ആയില്ല. നമുക്ക് അതിൻ്റെ പിന്നിലൊരു ആശയം ഉണ്ടാവും. അത് നമ്മളെ ഒത്തിരി സ്വാധീനിക്കണം. ആ സ്വാധീനിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ആലോചിച്ച് കഴിയുമ്പം നമുക്ക് ദൈവം അങ്ങനെ തോന്നിച്ച് തരുന്നുണ്ടാവും. അതിൽ വേറൊരു കവിത കണ്ടു, പുണ്യനിമിഷം. അത് പിന്നെ വിശുദ്ധനാട് സന്ദർശിച്ചതിൻ്റെ ഭാഗമായിട്ടാണ്. എന്നോട് ജിൽസച്ചൻ പറയും, ടീച്ചർ ഒരു മാതൃ ഇതിലാണ്, ഒരു സ്ത്രീപക്ഷം പോലെയാണ്. എല്ലാം ഇങ്ങനെ അമ്മമാരെ കുറിച്ച് അവരുടെ ഇതിനെക്കുറിച്ചുണ്ട്. അതെന്താണ് ടീച്ചറെ അങ്ങനെ ആകാതെ ഈ പുരുഷന്മാരെ ഇതേക്കുറിച്ചിട്ടുള്ള ഇതാകാത്തത്? പക്ഷേ അമ്മമാരുടെ നമുക്കിപ്പോൾ ഓരോ സംഭവങ്ങളുണ്ടാകുമ്പം അമ്മയുടെ ഹൃദയത്തിലെ വേദനയല്ലേ വലിയ സംഭവം. ഇപ്പോൾ പിന്നെ സിദ്ധാർത്ഥൻ എന്ന ആ കൊച്ചിനെ അങ്ങനെ ഇതായി. എൻ്റെ മനസ്സിൽ ഒത്തിരി വിഷമം തോന്നിയ സംഭവമായിരുന്നു. ഒത്തിരി വിഷമം തോന്നി. അത് അപ്പം നമ്മൾക്ക് നമ്മുടെ മക്കളെക്കുറിച്ച് ഓർമ്മ വരും. എൻ്റെ മകനാണോ ആ സ്ഥാനത്ത് ഇങ്ങനെ വരുന്നു, ഒരു തുള്ളി വെള്ളം പോലും കിട്ടിയില്ല എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കരമായി. അപ്പോൾ അതിനെക്കുറിച്ച് കുറേ ദിവസങ്ങളാവും. രാത്രി കിടക്കുമ്പോഴൊക്കെ ഞാൻ ആലോചിക്കും, അപ്പം നമ്മൾക്ക് എങ്ങനെയാണ് ഇതിനൊന്ന് പ്രതികരിക്കേണ്ടത്, എന്നാൽ നമ്മൾ അങ്ങനെ ഇതാകാം. അങ്ങനെ ഒരു ലൈന് 2 ലൈന് ടീച്ചറുടെ പ്രതികരണമാണ്. അതെ പ്രതികരണമാണ് അതുള്ളത്. ഞാൻ ഈ കവിത എഴുതി പുസ്തകം പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞാൽ സിദ്ധാർത്ഥൻ്റെ അമ്മയുടെ നമ്പർ ഒന്ന് കിട്ടാൻ കുറേ കഷ്ടപ്പെട്ടു. അപ്പം ഞാൻ അവരെ വിളിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് ഒത്തിരി വേദന ഉണ്ടായിരുന്നു, പക്ഷേ അന്ന് എനിക്ക് നമ്പറൊന്നുമില്ലല്ലോ, നിങ്ങളോട് വിളിച്ച് നിങ്ങളുടെ സങ്കടത്തിൽ കൊള്ളാൻ പറ്റില്ലല്ലോ. അപ്പം ഞാനിങ്ങനെ ഒരു കവിത ഞാനിങ്ങനെ എഴുതി ഞാനത് പിന്നെ ഇട്ട് തരാമെന്ന് പറഞ്ഞു. വോയിസ് മെസ്സേജ് ഇട്ട് കൊടുക്കാമെന്ന് പറഞ്ഞു. ഞാൻ ആ വോയിസ് മെസ്സേജ് ഇട്ട് കൊടുത്തു. ഞങ്ങൾ കുറച്ച് നേരം സംസാരിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു, നിങ്ങളെപ്പോലെയുള്ള ഒത്തിരി അമ്മമാരാണ് എനിക്ക് തരുന്ന ബലം. അന്നേരം ആ അമ്മ പറഞ്ഞു, എൻ്റെ ഒരു വലിയൊരു സ്വപ്ന സാക്ഷാത്കാരമായിരുന്നു, അവരോടൊന്ന് സംസാരിക്കണം, അവരുടെ ദുഃഖത്തിൽ നമ്മളൊന്ന് പങ്കുചേരണം. അതുപോലെ യൂറോപ്പ് ടൂർ പോയപ്പോഴും നമ്മളുടെ ഇപ്പോഴത്തെ മലപ്പുറത്തെ പോലീസ് മേധാവി ഉണ്ടല്ലോ, ചൈത്ര തെരേസ, അവരുടെ പേരൻസ് ഉണ്ടായിരുന്നു. ഒരു ജോൺ സാറും അവരുടെ വൈഫും. ഈ സാർ എന്നോട് പറഞ്ഞു, പിന്നെ ടീച്ചറെ, എനിക്ക് ടീച്ചറിനോട് ഒരു റിക്വസ്റ്റാണുള്ളത്. പിന്നെ ഈ കവിതകളെല്ലാം ആശയസമ്പുഷ്ടമായിട്ടുള്ളതാണ്. അപ്പോൾ ടീച്ചർ ഇത് പിന്നെ അടുത്ത തലമുറയ്ക്ക് വേണ്ടി ടീച്ചർ ഇതൊരു പുസ്തകമാക്കണം. കവിതയിലെ സങ്കടങ്ങളും നമ്മുടെ പണ്ട് കാലത്ത് സമൂഹം നേരിട്ടിരുന്ന ഓരോ വിഷമങ്ങളും അതിനകത്ത് വരച്ചു ചേർത്തിട്ടുണ്ട്. അതിന്റെ കൂടെ ഞാൻ വായിക്കാനിടയായി കുട്ടി കവിതകള്, കൊച്ചരിമുല്ല, മഴ, കുട്ടിയും കുഞ്ഞിക്കിളിയും, അങ്ങനെ കുറച്ച് കവിതകള്. ഈ കുട്ടികളുടെ കവിത എഴുതാനുള്ളത് എൻ്റെ പേരക്കുട്ടികളാണ്. ഈ തെച്ചിമരം. അപ്പം ഞാൻ അവിടെ സിറ്റ് ഔട്ടിൽ മൂത്ത പേരക്കുട്ടി മകളുടെ കുട്ടിയാണ്. അപ്പോൾ അവനെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇവിടെ ഈ അടയ്ക്കാക്കുരുവികൾ പിന്നെ ഇങ്ങനെ വരുന്നതും അത് തേൻ കുടിക്കുന്നതും അതങ്ങനെ പറന്നു പോകുന്നതും എല്ലാം കാണുമ്പോൾ ഈ കൊച്ചിനെ മടി വെച്ചിട്ട് ഞാനിരുന്ന് വെറുതെ ഇങ്ങനെ പാട്ട് പാടും. അങ്ങനെ പിന്നെ കൂട്ടിലിരിക്കും കുഞ്ഞിക്കിളിയെ. പിന്നെ അതിനിങ്ങനെ ഞാൻ പറഞ്ഞു കൊടുക്കും, പാവം നോക്കേ, ആ കിളി ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ അമ്മ ഇപ്പോൾ ചിലപ്പോൾ ഇവിടെ ഉണ്ടായില്ല, എന്നിട്ട് കിളി തന്നെ ഇങ്ങനെ ഇരിക്കുന്നതായിരിക്കും. അപ്പോൾ ആ കിളിയല്ലേ, ആ കിളിയോട് നമുക്കിങ്ങനെ സംസാരിക്കാം. എന്നിട്ട് കിളി ഇവിടെ മുട്ടയിട്ട് കുഞ്ഞൊക്കെ വിരിഞ്ഞു. അപ്പോൾ ഈ തെച്ചിയിൽ നിന്ന് ആണ് അങ്ങനെ എനിക്കൊന്ന് തോന്നിയത്. അത് ഇതെല്ലാം ഈ കുട്ടിക്കവിതയൊക്കെ ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വെറുതെ ഞാനിങ്ങനെ അങ്ങനെ സ്വന്തം വീട്ടിൽ നിന്ന് ഉടലെടുത്താണ്. അപ്പോൾ ആ മഴ പെയ്യുമ്പോൾ ഓരോരുത്തരുടെയും അനുഭവങ്ങൾ അങ്ങനെ വെറുതെ അങ്ങനെയുള്ളതാണ്. അതിൽ നിന്നാണ് ഈ കുട്ടിക്കവിതകളിലേക്ക്. പണ്ട് കാലത്തെ മുത്തശ്ശിമാർ അങ്ങനെയായിരുന്നു, സ്വന്തം പേരക്കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുത്തു. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ അതൊക്കെ ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇല്ല, അന്ന് മുത്തശ്ശിമാർ കഥ പറയുന്നില്ല, കുട്ടികൾക്ക് കഥ കേൾക്കാൻ പറ്റുന്നില്ല. അവർക്ക് വേണ്ടത് നമ്മുടെ ടി വിയിലുള്ള പിന്നെ ആരാണിപ്പോൾ, എനിക്ക് ആ പേരൊക്കെ ഞാൻ മറന്നുപോയി, കഥാപാത്രങ്ങളുണ്ടല്ലോ, കുറച്ച് പേരുണ്ടല്ലോ. ഇന്ന് മാമ കൊടുക്കുന്നത് തന്നെ അന്നൊക്കെ അമ്പിളിമാമനെ കാണിച്ച് മൊബൈലിൽ കാർട്ടൂൺ വെച്ച് കൊടുത്തിട്ടുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ആ ഒരു സമയത്താണ് ഒരു നല്ല മുത്തശ്ശിയായി, നല്ലൊരു എഴുത്തുകാരിയായി, നല്ലൊരു ടീച്ചറായി, അങ്ങനെയൊന്നും പ്രേക്ഷകർക്ക് മുന്നിലും വായനക്കാരുടെ ഇടയിലേക്ക് ടീച്ചർ എത്തിയത്. അങ്ങനെ ഒരിക്കലും ഞാൻ ആകുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ മാതാപിതാക്കൾ എനിക്ക് തന്ന അക്ഷരത്തിനെ ഞാൻ എപ്പോഴും ബഹുമാനിക്കുന്നു. അവർ ചെയ്ത ഏറ്റവും വലിയ സുഹൃതം എന്ന് പറയുന്നത് അക്ഷരജ്ഞാനാണ്. ചാച്ചനും അമ്മയും ദൈവത്തെ മുറുകെ പിടിച്ചവരായിരുന്നു.
പ്രാർത്ഥനയുടെ ജീവിതം, നോയമ്പിൻ്റെ ജീവിതം. പിന്നെ അമ്മ ഒത്തിരി അനുഭവ സമ്പത്ത് അമ്മയ്ക്കുണ്ടായിരുന്നു. ചാച്ചൻ അന്നും ഇംഗ്ലീഷ് വിജ്ഞാനമുണ്ട്. 94-ാമത്തെ വയസ്സിൽ മരിച്ചു. ഇപ്പോൾ 18 വർഷം ആകാൻ പോകുന്നതേ ഉള്ളൂ. പക്ഷേ അന്നും ഇംഗ്ലീഷ് ജ്ഞാനം, എഴുതാനും വായിക്കാനും അന്നറിയാമായിരുന്നു. ഒത്തിരി അറിവുകൾ, ഒരു PhD പഠിച്ചതൊന്നുമല്ല, എല്ലാ അറിവുകൾ, പിന്നെ നമ്മുടെ വിശുദ്ധന്മാരെ കുറിച്ചിട്ടുള്ളത്, പൊതുവായിട്ടുള്ളത്, നമ്മൾ എന്തൊക്കെ ജീവിതത്തിൽ പാലിക്കേണ്ടതുണ്ട്, എന്ത് നമ്മൾ ചെയ്യരുത്, നമ്മൾ മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണം, നമുക്കുള്ളത് എങ്ങനെ പങ്കുവെക്കണം, വലിയൊരു അറിവാണ്. അല്ല, അമ്മയുടെ കയ്യിൽ നിന്ന് കിട്ടും. അമ്മയാണത് ശരിക്കും റോൾ മോഡൽ എന്ന് പറയുന്നത്. അമ്മയാണല്ലോ കുഞ്ഞിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന വ്യക്തികൾ 2 പേരാണ്. ഒന്ന് അമ്മ, ഒന്ന് അധ്യാപിക അല്ലെ അധ്യാപകൻ. അവർക്ക് 2 പേർക്കാണ് ഒരു കവിത. ഗുരുനാഥനാണ്. ഗുരുനാഥന്റെ മനസ്സ് അങ്ങനെയല്ലേ. അവസാനമായി ഒരു ചോദ്യം പ്രേക്ഷകർക്കായി, ടീച്ചർക്ക്, അതേപോലെ വിദ്യാർത്ഥികൾക്ക്, നമ്മുടെ സമൂഹത്തിന് നൽകാൻ പറ്റിയ ഒരു സന്ദേശം ഒന്ന് പറയാമോ? ഞാൻ എൻ്റെ ചെറിയ മനസ്സിൽ തരാൻ പറ്റുന്ന സന്ദേശം എന്ന് പറയുന്നത്, വിദ്യാർത്ഥികളോട് എനിക്ക് പറയാനുള്ളത്, നന്നായിട്ട് പഠിക്കുക, ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുക്കുക, നന്നായിട്ട് പഠിക്കുക, മാതാപിതാക്കളെയും ഗുരുനാഥന്മാരെയും ബഹുമാനിക്കുകയും അനുസരിക്കുകയും ചെയ്താൽ തീർച്ചയായും കുട്ടികളുടെ ജീവിതത്തിൽ നന്മ വരും. അമ്മ കൈപിടിച്ചപ്പോൾ എന്ന പുസ്തകങ്ങളെക്കുറിച്ചും അതിൻ്റെ പിന്നിലെ പ്രചോദനങ്ങളെക്കുറിച്ചും ഞങ്ങളുമായി പങ്കുവച്ച പ്രിയ എഴുത്തുകാരി ശ്രീമതി ത്രേസ്യാമ്മ ജോസഫ് കാരക്കാട്ട് ടീച്ചർക്ക് ഹൃദയം നിറഞ്ഞ നന്ദി. അമ്മ കൈപിടിച്ചപ്പോൾ എന്നതാണല്ലോ ഈ പുസ്തകത്തിൻ്റെ ശീർഷകം. അതുപോലെ തന്നെ പരിശുദ്ധ കന്യകാമാതാവിൻ്റെ കരുതലും സ്നേഹവും നിറഞ്ഞ ഒരു സന്തുഷ്ട കുടുംബമാണ് ഇന്ന് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്. എന്നും ഇടവകയിൽ ലോഗോസ് ക്വിസിലും എല്ലാ കുടുംബാംഗങ്ങളും ഒന്നിച്ച് പങ്കെടുക്കുകയും ഉയർന്ന സ്കോർ കരസ്ഥമാക്കുകയും ചെയ്യുന്നു എന്നത് അഭിമാനത്തോടെ ഓർക്കാൻ കഴിയുന്നു. അമ്മ കൈപിടിച്ചപ്പോൾ എന്ന പുസ്തകത്തിൻ്റെ വിൽപ്പനയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം വിൻസെൻ്റ് പോൾ സൊസൈറ്റിയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിക്കുന്നു. ഗുരുനാഥൻ എന്ന കവിതയിലെ ഒരു 4 ലൈന് ഞാനിവിടെ ചൊല്ലാം. എന്നെ ഞാനായി മാറ്റിടുവാൻ ഈശ്വരനൊപ്പം നിന്നവനാം നല്ലവനാകും ഗുരുനാഥ, നന്മകളെന്നും നേരുന്നു. അക്ഷരമെന്തെന്നറിയാതെ അജ്ഞത കൊണ്ടു നടന്നപ്പോൾ അറിവിൻ തിരിയതു തെളിയാനായി ജ്ഞാനച്ചെപ്പു തുറന്നവനെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു.